അതുകൊണ്ടാണ് ഞാൻ ദൈവം എന്ത് പറയുന്നോ അതിനെ അംഗീകരിക്കുന്ന കൂട്ടമായി മാറണം. അതിനോട് മറുതലിപ്പ് സംസാരിക്കരുത്. എല്ലാ കണ്ണും നടച്ചേ. ഫാദർ, ഐ താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. സ്വർഗത്തിൻ്റെ ഭൂമിക്ക് നാഥനായ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവസന്നിധി നിൽപ്പാൻ ദൈവം കൃപ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കേൾക്കുന്ന വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതാകിയാലും ഇരുവായ്ത്തലുള്ള ഏൽവാളിനേക്കാൾ മൂർച്ചയേറിയത് അത് സദ്യമഞ്ചകളെ വേർപെടുത്തുന്നവയാണ്. നല്ല നിലത്ത് വീണ വിത്ത് 100 മേനിയായി വിളയുന്ന പോലെ കർത്താവെ, കേൾക്കുന്ന വചനം ഇവരുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹമായി മാറണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ ക്രൂശിൻ്റെ ചൂട്ടിൽ ഏൽപ്പിക്കട്ടെ കർത്താവെ. എനിക്കും എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇടവരരുത്. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും നമ്മൾ അറിയണം, നമ്മൾ എങ്ങനെയുള്ളവരാകണം? വിശ്വസിക്കുന്നവരായി മാറണം. അബ്രഹാം വിശ്വസിച്ചത് അത് ദൈവം അവന് നീതിയായി കണക്കിട്ടെങ്കിൽ നമ്മുടെ അകത്തെ വിശ്വാസത്തിൽ നമ്മൾ വളരണം. ഞാൻ എന്നും പറയാം, ഞാൻ വിശ്വാസത്തിൽ വളർന്നൊരു മനുഷ്യനാണ്. വിശ്വാസത്തിൽ കൊണ്ട് മാത്രം, പ്രാർത്ഥനയും വിശ്വാസം കൊണ്ട് മാത്രം നേടിയത് എൻ്റെ പക്കൽ ഇന്നും ഉള്ളൂ, മറ്റൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൽ നിന്ന്, മനുഷ്യനിൽ നിന്നല്ല. എനിക്ക് ഉയർത്താനുള്ളത് മനുഷ്യനെ അല്ല, ദൈവത്തെയാണ്. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. 1:17. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുക. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന എന്തു വാക്കും ഒരുവൻ വിശ്വാസത്താൽ ഏറ്റെടുക്കുമ്പോൾ അതൊരത്ഭുതമായി മാറും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ്റെ ആത്മാവ്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിവരിക്കുന്ന ആത്മാവ്. പുരാതന സമ്പത്ത് അവൻ്റെ കൈകളുണ്ട്, ഇരുട്ടിലെ ഗുപ്തനിധികൾ അവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പറയുന്നു, യേശുവിനെ പോലും, കൊരിന്ത്യർ ലേഖനക്കാരൻ പറയും, യേശുവിനെ പോലും ഞാൻ ജഡപ്രകാരം അറിയുന്നില്ല, ഞാൻ ആത്മാവിലാണ് അറിയുന്നത്. നമ്മൾ ഈ വചനമെല്ലാം കേൾക്കുമ്പോൾ യേശുവിനെ ഞാൻ ആത്മാവില അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാവിൽ കേട്ടത് ആത്മാവ് കൊണ്ട് എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം. കൂടെ വരുന്നുണ്ടോ? നമ്മൾ കേട്ടത് ആത്മാവിൽ. നിങ്ങളുടെ ഈ അകത്തൂട്ടി കേൾക്കുന്ന വചനം അകത്തെ മനുഷ്യനെ എന്ത് ചെയ്യും? ശക്തിപ്പെടുത്തും. ജഡമനുഷ്യനെ അല്ല. ഇപ്പം പത്രോസ് അപ്പോസ്തലൻ 2-ാം അധ്യായത്തിന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചിലരുടെ അകത്ത് കുത്തുകൊണ്ടു. അപ്പോൾ അത് ഏത് മനുഷ്യനാ കുത്തുകൊണ്ടേ? ജഡമനുഷ്യനാ. ആത്മമനുഷ്യൻ എന്ത് ചെയ്തു? ഉണർന്നപ്പോൾ അവർ 3000 പേരോളം സ്നാനപ്പെട്ട് ദൈവസഭയിലേക്ക് ചേർന്നു. അപ്പൊ നമ്മൾ കേൾക്കുന്ന വചനം ഏതിൽ കൂടെ കേട്ടുപോകണം? ആത്മമനുഷ്യനിൽ കേൾക്കണം. നമ്മുടെ മേൽ ഒരു പ്രവചനം വരുമ്പോൾ ജഡമനുഷ്യനെ കേട്ട് കഴിഞ്ഞാൽ പറയും, അയാൾ ചുമ്മാതെ നമ്മളെ എന്ത് ചെയ്യാനാ? സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാ. പിടികിട്ടിയോ? അയാൾക്ക് അങ്ങനൊരു ഭാവമുണ്ട്, അയാൾ എന്തോ ആണെന്ന്. ഇതെല്ലാം സംസാരിക്കുന്ന ഏതാത്മാവാ? ജഡത്തിന്റെ ആത്മാവാ. അപ്പൊ ഏത് ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നു? പരിശുദ്ധാത്മാവിന് എതിരായി നിങ്ങൾ സംസാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അകത്തറിയണം ഏത് ആത്മാവിലാണ് ഈ വ്യക്തിയെ കൊണ്ട് പറയിപ്പിച്ചത്. പിടികിട്ടുന്നു നിങ്ങളുടെ അകത്ത്? ആത്മാവ് എങ്ങനെ വെളിപ്പെടുന്നുവോ, ആത്മാവ് ഒരു വ്യക്തിയുടെ മേലെ എങ്ങനെ വെളിപ്പെടുന്നുവോ ആത്മാവിൻ്റെ. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ പലതും അത്ഭുതം നടന്നിട്ടുണ്ട്. ഈ ആത്മാവിനെ എതിരായി ചെയ്തവരുമുണ്ട്. ചില കാര്യങ്ങളിൽ ആത്മാവിനെതിരെ ഒരിക്കൽ ഒരു കുഞ്ഞിൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ വന്ന് എല്ലാം റെഡിയായി, ആത്മാവ് വെളിപ്പെടുത്തിയതാ. ഏതോ ചില ഒരു വിഷയത്തിൻ്റെ മുകളിൽ അത് വേണ്ട എന്നൊരു തീരുമാനമെടുത്തു.
രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ അത് വേണ്ടാന്ന് ഞങ്ങളങ്ങ് തീരുമാനിക്കുക, അവരുടെ ഇടപാടുകൾ ശരിയല്ല, അവർ വേണ്ട. ഞാൻ പറഞ്ഞു, ഇത് ആത്മാവ് വെളിപ്പെടുത്തി തന്നതാ, ഇതിനെ തള്ളിക്കളയാൻ പാടില്ല. എൻ്റെ ഭാഷ, നിങ്ങൾ എന്ത് വേണം ചെയ്തു, പക്ഷെ ഇത് കളയല്ലേ, ഇത് ദൈവം നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി കൊണ്ടു തന്നതാ. ഇവര് അതിനെ വിശ്വസിക്കാൻ റെഡിയായി, കല്യാണം നടന്നു, സന്തോഷമായിട്ട് അവർ ഇന്നും ജീവിക്കുന്നു. ഈ ആത്മാവിനെ കേട്ടതിനെ എന്ത് ചെയ്യണം? വിശ്വസിച്ചേറ്റെടുക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. സറാഫത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. സറാഫത്തിൽ വരുന്നു, ദൈവത്താൽ അയക്കപ്പെട്ടവൻ സറാഫത്തിലേക്ക് കടന്നു ചെല്ലുന്നു. സറാഫത്തിൽ കിടന്നിയെന്ന് ആ വിധവയോട് പറയുന്നു, നീ പോവുകയാണെങ്കിൽ എനിക്ക് വെച്ചിട്ട് ഒരു അട ഉണ്ടായിക്കൊണ്ടുവരോ, പകുതി അട കൊണ്ടുവരാൻ പറയുന്നു. അവൻ പറഞ്ഞു, നിന്റെ ദൈവമാണ്, ഇവിടെ അങ്ങനൊന്നുമില്ല, ഞാനും കുഞ്ഞു മരിക്കാനിരിക്കുക, എല്ലാം പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നു, നീ അനുസരിക്കാൻ പറയുന്നു. ആ സ്ത്രീ അനുസരിക്കുമ്പോൾ, അവൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, ഏലിയാവോടെ പിന്നെ താമസിക്കല്ല. ഏലിയാവിൻ്റെ ദൗത്യം കഴിഞ്ഞു. ഏലിയാവ് മടങ്ങിപ്പോകുമ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ കഴിയുന്നിടം വരെയും സ്വർഗത്തിലെ ദൈവം അവളെ പോറ്റിക്കൊണ്ടേയിരുന്നു. ഇന്ന് പകലിൽ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ പറയാം, ഇവിടെ പറയുന്നു വിശ്വാസത്താൽ, വിശ്വാസം ഏത് വിശ്വാസത്തിനായി വെളിപ്പെടുന്ന നീതിമാൻ, ദൈവത്തിന്റെ നീതിമാൻ എങ്ങനെ? വിശ്വാസത്താൽ ജീവിക്കുന്നവരായി മാറും. നിങ്ങൾ കേട്ട വചനത്തെയും വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്നത്. എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 29-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 29-ാമത്തെ, മത്തായിയുടെ 14-29. വരിക എന്ന് അവൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കിക്കോളാം, ദൈവത്തിന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ. ഇവിടെ പടകിൽ ഭയങ്കര കാറ്റും കോളുമെന്ന് പടക് തകരുന്നൊരവസ്ഥ. എന്തിനാൽ പ്രതികൂലം? കടലിനാൽ പ്രതികൂലം. എന്തിനാൽ പ്രതികൂലം? കാറ്റിനാൽ പ്രതികൂലം. ഈ രണ്ട് പ്രതികൂലത്തിൽ നിൽക്കുമ്പോൾ ആ പ്രതികൂലത്തിന്റെ മുകളിൽ ഒരുവൻ നിൽക്കുകയാ. നസ്രാനാം യേശുക്രിസ്തു അതിനകത്ത് നിൽക്കുക. അവന്റെ ശിഷ്യഗണങ്ങൾ പടകിനകത്തിരിക്കുന്നു. അകത്തിരുന്നൊരു പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, നീ ആണെങ്കിൽ ഞാനും നിന്റെ അരികിലേക്ക് വരട്ടെ. ഇന്ന് പകൽ ആത്മാവിനകത്ത് നിങ്ങളുടെ വ്യക്തതയോടുകൂടി അറിയണം. വലിയൊരു പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ ചോദിക്കുക, കർത്താവ് നീ ആണെങ്കിൽ ഈ പ്രതിസന്ധിയിലേക്ക് ഞാനും വരട്ടെ. യേശു പറയുന്നൊരു വാക്കിവിടെ പറയുന്നു, വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി. ആരിലുള്ള വിശ്വാസം? ആരിലുള്ള വിശ്വാസം ഉറയ്ക്കുന്നു? നിങ്ങളുടെ അകത്തറിയണം. ഈ പ്രതികൂലമായിരിക്കുന്ന കാറ്റിനെയും ഈ പ്രതികൂലമായി നിൽക്കുന്ന കടലിനെയും ഭയമില്ലാതെ മാറിയതിന്റെ കാരണം എന്നെ വിളിച്ചവനിലുള്ള വിശ്വാസമായിരിക്കണം. ഇന്ന് പകലിൽ ആത്മാവിൽ അറിയണം, എന്നെ വിളിച്ചവനിൽ എനിക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ എത്ര വലിയ കാറ്റായാലും, എത്ര വലിയ തിരമാലയായാലും, എത്ര വലിയ പ്രതികൂലം വന്നാലും തകർന്നു പോകത്തില്ലെന്ന് അകത്തൊരു ഉറപ്പുള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഇന്ന് പകൽ വിളിക്കണം, ദൈവത്തിന്റെ നീതിമാ അവൻ വിശ്വാസത്താൽ തന്നെ ജീവിക്കും. അവന് എതിരായി പ്രതികൂലങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും, ഇവിടെ നോക്കിയേ, പത്രോസ് അപ്പോസ്തലൻ പടകിനകത്തിരിക്കുമ്പോ കർത്താവേ ഈ കാറ്റിനെയും ഈ കോളിനെ ഒന്ന് ശാന്തമാക്കണമെന്നല്ല പറഞ്ഞത്. ഈ പ്രതികൂലത്തിൽ നിൽക്കുന്നെങ്കിൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു രക്ഷകനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, എന്റെ കർത്താവേ ഞാൻ നിന്റെ അരികിലേക്കൊന്ന് വരട്ടെ എന്ന് ചോദിക്കുമ്പോ യേശു പറയുന്നൊരു വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഇന്ന് ദൈവത്തിന്റെ നീതിമാനാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, ദൈവത്തിന്റെ ഉടമ്പടിക്കകത്ത് നിൽക്കുന്നവനാണെങ്കിൽ, ഇന്ന് പകലിലും അറിഞ്ഞോ, നീ കണ്ടെത്തിയ ദൈവത്തെ ആണെങ്കിൽ, നീ കണ്ടെത്തിയത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാണെങ്കിൽ, ഇന്ന് പകലിൽ പറയും, നീ തകർന്നു പോകാനോ ഉടഞ്ഞു പോകാനോ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടുന്നവരെ അല്ല ദൈവം വിളിച്ചത്, പ്രതിസന്ധിയുടെ മുന്നിൽ അത്ഭുതത്തെ കാണുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ആമേൻ. അതുകൊണ്ടാണ് സങ്കീർത്തനം
സങ്കീർത്തനക്കാരൻ 34 അധ്യായം 5 വാക്യം പറയുക. 34:5 പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ ആമീൻ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. എത്ര പേർ ആമീൻ പറയുന്നുണ്ട്? അവങ്കലേക്ക് നോക്കിയവർ. ആമീൻ. എത്ര പേര് ഈ ഹോളിനകത്ത് വിളിച്ചു പറയുക, യേശുവിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് പകൽക്കാലം കർത്താവിൽ വിശ്വസിച്ച് ആമീൻ അവന്റെ പിൻപാദത്തിൽ നടക്കുന്നവനാണെങ്കിൽ അവങ്കിലേക്ക് നീ നോക്കിയെങ്കിൽ ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയണം, ആമീൻ ദേശത്തിനകത്ത് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, എന്റെ തലമുറ ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് പ്രതികൂലമായി നിൽക്കുന്ന ചില കാറ്റുകൾ നിപ്പുണ്ടെങ്കിലും ആ പ്രതികൂലത്തിന്റെ മുകളിൽ കൂടെ നടക്കുവാൻ എനിക്കൊരു കൃപ തരും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമീൻ. പ്രതിസന്ധിയുടെ മുകളിൽ കൂടെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നീ തിരിച്ചറിയണം, നീ പടകിനകത്തിരിക്കുമ്പോഴോ യേശു നിൽക്കുന്നതിന്റെ നീ ഭയപ്പെടുന്നതിന്റെ മുകളിലാ, പ്രതികൂലത്തിന്റെ മുകളിലാ യേശു നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് പത്രോസ് ചോദിക്കുന്നത്, ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കൂടെ ഞാനും വരട്ടെ. ഇന്ന് പകൽ ആത്മാവിനകത്തറിഞ്ഞോ, നിന്നെ ഇന്നായിരിക്കുന്ന പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കൂടെ നടത്തുവാൻ കരം പിടിക്കുന്ന ഒരു നല്ല കർത്താവ് നിനക്കുണ്ടെങ്കിൽ ഈ പ്രതികൂലത്തെ നിനക്ക് ജയിക്കാൻ പറ്റോ? ഈ പ്രതിസന്ധിയെ നിനക്ക് ജയിക്കാൻ പറ്റോ? ഈ കണ്ണുനീരിനെ നിനക്ക് ജയിക്കാൻ പറ്റോ? ഈ കഷ്ടതയെ നിനക്ക് ജയിക്കാൻ പറ്റോ? ഈ പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടുകയല്ല, ഈ പ്രതികൂലത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. എന്തുകൊണ്ടെന്ന് പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ, യേശുവിനെ കണ്ടവർ, അവ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയവർ ഇന്ന് പകലും പറ, ഞാൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന് അവ വിളിച്ചു പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ കടൽ ഇളമ്പിയാൽ, ഈ ലോകത്ത് എന്ത് സംഭവിച്ചാൽ, അവ പ്രതികൂലം വന്നാൽ, ഈ ദേശം പട്ടിണി വന്നാൽ, ഭൂചലനമുണ്ടായ പെരുവെള്ളം വന്നാൽ ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ഞാൻ കണ്ടിരിക്കുന്നത് എന്റെ യേശുവിനെയാണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ എന്റെ സൃഷ്ടാവാണ്, അവൻ എന്റെ ഉടയവനാണ്, അവൻ രാജാതിരാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്. അവനേക്കാൾ വലിയ ഒരു ആരാധ്യൻ ഒരുവനുമില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ കൂടെ ഞാൻ നടക്കുവാൻ എന്റെ ദൈവം എന്റെ മേൽ കൃപ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് മാത്രം ആ ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന പകലിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തെ വിശ്വസിക്കുന്ന നിങ്ങളിലേക്ക് ഞാൻ വരാൻ പോവാ. ദൈവത്തെ പൂർണ്ണമായും വിശ്വാസം. അതുകൊണ്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പത്രോസ് ആരിലേക്ക് നോക്കി? യേശുവിലേക്ക് നോക്കി. പ്രതികൂലത്തെ ഭയപ്പെട്ടോ? ഇല്ല. വെള്ളത്തിന്റെ മേൽ അവൻ നടന്നു. എന്നിട്ട് പറഞ്ഞു, സങ്കീർത്തനക്കാരൻ അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിതരാകും എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ അതുപോലൊരു പ്രതിസന്ധിയുടെ മുകളിൽ കൂടെ നടക്കുവാണെങ്കിൽ, ഒരു വലിയൊരു ആക്സിഡന്റ് വന്നതിനകത്ത് ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നാ പറയും? ഭാഗ്യവാനാന്ന് പറയും. പറയുമോ? പറയത്തില്ലയോ? കഴിഞ്ഞ ദിവസം ഒരു വിമാന അപകടമുണ്ടായി, ഒരുത്തൻ രക്ഷപ്പെട്ടപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞു, അവൻ ഭാഗ്യവാനാ. പൗലോസിന്റെ കയ്യിൽ അണലി അടിച്ചു തോന്നി, കുടഞ്ഞു കളഞ്ഞു. പൗലോസിനൊന്നും സംഭവിച്ചില്ല. അവൻ ഭാഗ്യവാനാ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാണെങ്കിൽ ഒറ്റ വാക്കി പറയാം, നിങ്ങളൊരു ഭാഗ്യവാന്മാരാ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാവുന്നുണ്ട്? ആമി വിശ്വാസത്തിനത് വിളിച്ചു പറയുമോ, ഞാനൊരു ഭാഗ്യവാനാണെന്ന് എത്ര പേര് വിശ്വാസത്തോടെ പറയും? ദൈവ മുഖത്തേക്ക് നോക്കി ആര് നിൽക്കുന്നു അവരെ കുറിച്ച് ഒറ്റ കാര്യം പറയാനുള്ളൂ, അവർ ഭാഗ്യവാന്മാരാ. നിർഭാഗ്യവാന്മാരെ കുറിച്ച് ഒത്തിരി പറയാൻ ഒത്തിരി കാണും. അവർ ആരാധനാലയത്തിൽ വന്നാലും കൈയിട്ടടിച്ചാലും കാലിട്ടടിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ അകത്ത് ആരെ കണ്ടിട്ടില്ല. അവരുടെ ചിന്ത വേറെ ചിന്തയാ. അവരിവിടൊന്നും അല്ല, അവരിവിടെ ആരാധിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭയങ്കരമായിട്ട് ആരാധിച്ചവർ പിന്നെ കയ്യും കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കാരണം അവർ കണ്ടത് ആരെയാ? അവർ കണ്ടത് മനുഷ്യനെയും മനുഷ്യന്റെ ചിന്തകളെയാ. ദൈവത്തെ കണ്ടവൻ, ദൈവശബ്ദം കേട്ടവൻ, അവൻ ഒരു കാര്യം അറിയാം, ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. ഈ ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറക്കുന്നതാ. ഈ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ. അവൻ ഭയപ്പെടേണ്ടി വന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം പറഞ്ഞു, എല്ലാം കരിഞ്ഞു ഉണങ്ങി പോകുമ്പോഴും മരണം തൊട്ടരികിൽ നിൽക്കുമ്പോഴും ഏലിയാവിന് ഭയപ്പാടില്ലാത്തതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഏലിയാവ് പറയുന്നു, ഞാൻ അങ്ങയുടെ ദാസനാന്ന് അകത്തൊരു ബോധ്യമുള്ളവന് വേണ്ടി കാക്ക വരാൻ റെഡിയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ,
നീ ദൈവത്തിന്റെ പൈതലാണെന്നോ, ദൈവ ശബ്ദം കേട്ടവനാണെന്നോ നിന്റെ അകത്തൊരു ചിന്തയുണ്ടെങ്കിൽ ഇന്ന് പകലും വഴിമാറി പോകുമ്പോ നിനക്ക് വേണ്ടിയുള്ളത് ദൈവം അയച്ചുകൊണ്ടേയിരിക്കും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? അവ എത്ര വല്ല പ്രതികൂലങ്ങൾ വന്നാലും, ഏതെല്ലാം പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലും നിനക്കുള്ള മാവ് കുറഞ്ഞു പോകത്തില്ല കേട്ടോ. ആമീൻ. അതുകൊണ്ടാണ് വചനപ്രകാരം വചനം പറയുന്നു, സറാഫത്തിൽ അനേക വിധവമാരുണ്ടായിരുന്നു. ആമേ. സറാഫത്തിൽ ഒരു വിധവമാരല്ല, അനേക വിധവമാരുണ്ടായിരുന്നു. എന്നാൽ ദൈവം ഏലിയാവിനെ അയച്ചത് ഒരു വിധവയുടെ അരികിലേക്ക് മാത്രമാണെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിനകത്ത് പറയണം, ആമേ, ആ വിധവയുടെ വിശ്വാസം വലുതായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്റെ കർത്താവിന്റെ മുഖം കണ്ടാ നിൽക്കുന്നെങ്കിൽ ഈ ദേശത്തിനകത്ത് ശാപമുണ്ടായാൽ എനിക്കുള്ള കരുതൽ അവയെ സ്വർഗത്തിൽ കരുതിക്കൊണ്ടിരുന്ന വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നു, എന്റെ നീതിവാ വിശ്വാസത്താൽ ജീവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ടാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം പെട്ടെന്ന് എടുത്തു, 3-ാമത്തെ 12-ാമത്തെ വാക്യം, 3:12. നിങ്ങൾ മനോഹരമായൊരു, കണ്ടോ, നിങ്ങൾ മനോഹരമായൊരു ദേശം ആയിരിക്കുകയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. മലാക്കിയുടെ പുസ്തകം, നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കാൽ സകല ജാതികളും, നിങ്ങൾ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നാളെ നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞവര് നിങ്ങളൊരു ഭാഗ്യവാനെന്ന് പറയും. ഇതാരാൽ പറയപ്പെടുന്ന? അടിയിലോട്ട് വായിക്കും അറിയാം. സൈന്യങ്ങളുടെ യഹോവ പറയുന്നു. ആരാ ഇത് പറയുന്നേ? ഇതാ കിട്ടണ്ടേ കേട്ടോ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ പത്രോസിനെയൊക്കെ നോക്കിയ ഭാഗ്യവാന്മാരെന്ന് പറയത്തില്ലേ? പത്രോസിന്റെ കൈകളിൽ അത്ഭുതം, പത്രോസിനെ ജനം ഉറ്റുനോക്കുന്നു. എവിടെല്ലാം മേഖലകളിൽ ദൈവാത്മാവിന്റെ മൂവിങ്, ദൈവാത്മാവിന്റെ ചലനമുള്ളവൻ, ദൈവാത്മാവ് നടത്തുന്നവൻ. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ദൈവാത്മാവ് നടത്തുന്നവൻ ഭാഗ്യവാനാ. നിങ്ങൾ എൻ്റെ കൂടല്ലോ. ഞാനൊരു പ്രതിസന്ധിയിൽ ആകുന്നതിന് മുമ്പേ ആരറിഞ്ഞു കഴിഞ്ഞു? ഞാനൊരു പരീക്ഷയിൽ അകപ്പെടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവം എൻ്റെ വിഷയം അറിയുന്നു. ഞാനൊരു അനർത്ഥത്തിൽ ചെന്ന് പെടുന്നതിന് മുമ്പേ എൻ്റെ ദൈവം അറിയുന്നു. അതുകൊണ്ട് ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. എന്തുകൊണ്ടെന്നറിയുമോ? അവിടെ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയും, ഞാൻ ഭാഗ്യവാനായിരുന്നുകൊണ്ട് ആരെന്നെ കുറിച്ച് പറഞ്ഞു? എൻ്റെ ദൈവം എന്നെ കുറിച്ച് പറഞ്ഞു, നീ ഒരു ഭാഗ്യവാനാന്ന്. ഇന്ന് ലോകം പറയും, യോസെപ്പിനെ നോക്കി പറഞ്ഞു കാണും, യോസെപ്പ് ഒരു നിർഭാഗ്യവാനാ. ഇന്ന് കിടക്കുന്ന പൊട്ടക്കണത്തിനകത്ത്, അവൻ നാളെ കിടക്കുന്ന അടിമപ്പാളയത്തിനകത്ത്, അതിനടുത്ത ദിവസം കാരാഗ്രഹത്തിനകത്ത്. സ്വർഗം അപ്പോഴും യോസെപ്പിനെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുക, യോസെപ്പേ നീ ഒരു ഭാഗ്യവാനാ. ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറി. നീ ഇന്ന് തിരിച്ചറിഞ്ഞില്ലേലും ദൈവം പറഞ്ഞത് ഭാഗ്യമെന്നെന്ന് ഈ നാളുകൾ കഴിയുമ്പോൾ നിനക്ക് വെളിപ്പെടുക തന്നെ ചെയ്യും. യോസെപ്പിനെ നോക്കി ദൈവം പറഞ്ഞത് നീ ഒരു ഭാഗ്യവാനാണ്. ഒരു ദർശനം കൊടുത്ത് നിർത്തിയിരിക്കുകയാ. ആമി യോസെപ്പ് ഇന്ന് കിടക്കുന്നത് സഹോദരന്മാരെ വിട്ടൊറിഞ്ഞ് ഒരു പൊട്ടക്കണത്തിനകത്ത് അവിടുന്ന് വരുന്നു. അവൻ പൊത്തിപ്പേറിന്റെ ഭവനം, അടുത്ത പോകുന്നു കവി അടിമപ്പാളയോ. ഈ ആമി കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ യോസെപ്പിനോട് പറയും, യോസെപ്പ് നീ ഭാഗ്യവാനാണെന്ന് പറഞ്ഞാൽ യോസെപ്പിന്റെ അകത്ത് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ യഹോവയായ ദൈവം പറയുന്നു, യോസെപ്പേ നീ ഒരു ഭാഗ്യവാനാ. ഇന്ന് ആത്മാവിനകത്തറിഞ്ഞു, ഈ കഷ്ടതയ്ക്കപ്പുറേ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ഈ പ്രതികൂലത്തിനപ്പുറേ ദൈവം ചില വഴികളെ തുറക്കും. യഹോവയായ ദൈവം പറഞ്ഞു, നീ ഒരു ഭാഗ്യവാനാണ്. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഈ കാരാഗ്രഹം ഉണ്ടെങ്കിലും അതിനപ്പുറം ദൈവം നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നു, യോസെപ്പിനെ വന്ന് പടയാളികൾ വിളിച്ചു, അവനെ പുറത്തേക്ക് കൊണ്ടുപോയി, അവനെ ക്ഷൗരം ചെയ്യിക്കുന്നു, പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു. യോസെപ്പിന്റെ അകത്ത് വെളിപ്പെട്ടില്ല. അവൻ രാജകൊട്ടാരത്തിലേക്ക് പോകുന്നു, രാജാവിന്റെ അരികിൽ വരുന്നു, അവൻ ദർശനം പറയുന്നു. അവൻ രാജാവ് പറയുന്നു, ഈ ദേശത്തിനകത്ത് ഞാൻ പേരുകൊണ്ട് ഒന്നാമനാണെങ്കിലോ നീ ആയിരിക്കും ഒന്നാമൻ. സ്വർഗം പറഞ്ഞ വാഗ്ദത്തം യോസെപ്പിന്റെ മേൽ റിലീസ് ചെയ്യുന്നെങ്കിൽ ഇന്ന് ഈ സഭാഹോൾ ഏറ്റെടുത്തു. നീ ഒരു ഭാഗ്യവാനാണ്. യഹോവയായ ദൈവം നിന്നെ മാറ്റുമോ? നീ ഒരു ഭാഗ്യവാനാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് കാണുന്നതിനെയല്ല, ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ആമേൻ.
ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞ ഭാഗ്യവാനെന്നാ. ആമേ. സ്വർഗത്തിലെ ദൈവം രാജാതി കർത്താതി കർത്താവുമായി ഈ ലോകത്തിലേക്ക് വരുമ്പോ എന്റെ പേർ ചൊല്ലി വിളിക്കുമ്പോ ഞാൻ ഭാഗ്യവാനാണ് കേട്ടോ. ഹല്ലേലൂയ. ആമേ. കാഹളത്തിന്റെ ധ്വനി ഞാൻ കേൾക്കുമ്പോ അവൻ എന്റെ കർത്താവിന്റെ വരവെങ്കിൽ ഞാൻ അവനോട് എടുക്കുമ്പോ എനിക്ക് അവനെ കണ്ണായി കാണാൻ പറ്റുമ്പോ ഞാൻ വിളിച്ചു പറയൂ, ഞാൻ ഭാഗ്യവാനാണ് കേട്ടോ, ഞാൻ ഭാഗ്യവാനാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ടോ? അതുകൊണ്ട് മലാക്കിയുടെ പ്രവാചകന്റെ പുസ്തകം പറയുക, ആമേൻ, സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് പറയും. എന്നിട്ട് ആര് പറയുന്നതായിട്ടാ പറയുന്നേ? സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിങ്ങൾ ചിന്തിക്കാത്തത് സ്വർഗം നിന്നെ കുറിച്ച് കരുതിയിട്ടുണ്ട്. ചിന്തിക്കാത്തത്, ഇന്ന് പകൽക്കാലമാണ്, ചിന്തിക്കാത്തത് സ്വർഗം കരുതും. നിങ്ങൾക്കൊരു സന്തോഷം വരുന്നില്ല, അതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ചിന്തിക്കാത്തത് നമ്മൾ യോസഫ് ചിന്തിച്ചതാണോ? യോസഫ് ചിന്തിക്കാത്തതാ ദൈവം ചെയ്തെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്തത് ദൈവം കരുതാൻ പോവാ. നിങ്ങൾ ചിന്തിക്കാത്ത അത്ഭുതത്തെ കാണുന്നവരായി, നിങ്ങൾ ചിന്തിക്കാത്ത വഴികൾ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരിപ്പുണ്ട്? ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാ ദൈവം മുന്നമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, നീ ഭാഗ്യവാനാ. ലോകം പറഞ്ഞു നിന്നെ പോലെ നിർഭാഗ്യവൻ ഇല്ല. പത്രോസിനെ നോക്കി ലോകം പറഞ്ഞില്ലേ? പത്രോസ് പടവുമായി വന്ന് കരയിലേക്ക് അങ്ങ് അടുപ്പിച്ചു. കരയിലേക്ക് അടുപ്പിച്ചപ്പോൾ പലരും കൂടെയുള്ളവരെല്ലാം എന്നെ എടുത്തു മീനയായിട്ട് പോയി. പത്രോസോ എക്സ്പെർട്ട് പിടുത്തക്കാരൻ, വലയുടെ കടലിന്റെ മുഴുവൻ അറിയാവുന്ന ഡോക്ടറേറ്റ് എടുത്ത പത്രോസിന്റെ പടകിനകത്തൊന്നുമില്ല. ലോകം പറഞ്ഞു പത്രോസ് ഒരു നിർഭാഗ്യവാനാ. പത്രോസ് ഒരു നിർഭാഗ്യവാനാ. ഈ നിർഭാഗ്യവാൻ എന്നുള്ള ശബ്ദം വീണ്ടും കേട്ടു കാണാം. കൂടെ നടന്ന രക്ഷകനെ പിടിച്ചുകൊണ്ടുപോയപ്പോ ഇച്ചിരെ പോകുന്ന പെങ്കൊച്ചു നോക്കിയിട്ട് ചോദിച്ചു, നീയും നസ്രന്റെ കൂട്ടത്തിലാണ്? ഞാനല്ല. എന്തുകൊണ്ട്? നിർഭാഗ്യവാനായതുകൊണ്ട്. മാറി മാറി പല പ്രാവശ്യം പറഞ്ഞു കാണും. അവസാനം നിർഭാഗ്യവാനായ ഒരു മനുഷ്യൻ തന്റെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുക, ഞാൻ നിർഭാഗ്യവാനാ. കൂട്ടാളിയുമായിട്ട് പോയി. പത്രോസ് പടകിനകത്തിരിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അവൻ ഭാഗ്യവാനെന്ന് പറയാൻ പറ്റത്തില്ല, നിർഭാഗ്യവാനാ. അക്കരെ നിന്നൊരു ചോദ്യം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഒന്നും കിട്ടിയില്ല. കാരണം അവന്റെ പേര് നിർഭാഗ്യവാനാ. സ്വർഗം പറഞ്ഞു, പത്രോസ് നീ ഭാഗ്യവാനാ. ഓ, ഇന്ന് എന്റെ കൂടെ എത്ര പേര് വരുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. സ്വർഗത്തിലെ യേശു പറഞ്ഞു, നീ ഭാവേ നിന്റെ സഹോദരന്മാരെ നീ ചേർക്കുന്നവനാ, നീ ഒരു ഭാഗ്യവാനായി മാറും, നീ ഒരു ഭാഗ്യവാനായി മാറും. അവൻ പത്രോസിന് കാലം മുന്നോട്ട് പോയപ്പോ മനസ്സിലായില്ല. എന്നാൽ അന്ന് പത്രോസിന്റെ മീന് വേണ്ടിയിട്ട് കാത്തു നിന്നവർ പലരും, അവൻ പത്രോസ് വരുന്ന വഴിയിൽ കാത്തു നിന്ന് പത്രോസിനോട് മീൻ മേടിക്കാൻ നിന്ന പലരും ഇന്ന് കിടക്കയോടെ പത്രോസിന്റെ നിഴൽ തട്ടുന്നിടത്ത് കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, പത്രോസിനെ ദൈവം പറഞ്ഞ ഭാഗ്യവാനാ. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ലോകം പറഞ്ഞതല്ല പകലിൽ പ്രസംഗിക്കുന്നത്, ലോകം കണ്ടതല്ല ഞാൻ പ്രസംഗിക്കുന്നത്. യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ കാണുന്ന പ്രതികൂലത്തെ നീ കാണണ്ട, ഈ കാണുന്ന പ്രതിസന്ധിയെ നീ കാണണ്ട. അതിനപ്പുറം നിനക്ക് വേണ്ടി നീ ഭാഗ്യവാനെന്ന് തെളിയിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ചിലരുടെ റൂട്ട് ദൈവം അങ്ങ് മാറ്റും. ചിലരെ തുടക്കത്തിലെ അനുഗ്രഹത്തിലേക്ക് പോകും, പിന്നെ അവരുടെ ഒരു ചിന്താഗതികളങ്ങ് മാറും. ഇപ്പം നിർഭാഗ്യവാനായിട്ടിരിക്കുകയാ. അരങ്കുറ്റമല്ല കേട്ടോ. അകത്ത് വരുന്ന തോന്നൽ അപകടം കൊണ്ടിടും. അകത്ത് വരുന്ന തോന്നൽ, ജഡം സംസാരിക്കുന്നത് പിശാചിന്റെ ശബ്ദമാ, ആത്മാവ് സംസാരിക്കുന്ന ദൈവ ശബ്ദമാ. ആത്മാവിൽ ഒരുവൻ നന്മയെ കണ്ടാൽ, ആത്മാവിൽ ദൈവം പറഞ്ഞതിനെ വിശ്വസിച്ചാൽ, അതുകൊണ്ട് ഞാൻ ഇന്നും പറയുന്നു, ആർക്കും നിഷേധിക്കാൻ മേലാത്ത ഒരു അടയാളം വെളിപ്പെടുക തന്നെ ചെയ്യും. ആർക്കും നിഷേധിക്കാൻ മേലാത്ത ഒരടയാളം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ചിന്തിക്കാത്ത സമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചിന്തിക്കാത്ത സമയത്ത്. ഈ സമയം ആര് ചിന്തിച്ചതാ? ദൈവം ചിന്തിച്ചതാ. പത്രോസ് അപ്പോസ്തലൻ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാക്കുകൂടെ കിടന്നു. പത്രോസ് ചിന്തിക്കാത്തത് ദൈവം പത്രോസിന് കൂടെ ചിന്തിച്ചു.
പത്രോസിന്റെ മേൽ ആത്മാവ് വന്നപ്പോ ആത്മാവ് സംസാരിച്ചു. അമ്മി മുടന്തനോട് എഴുന്നേറ്റോളാൻ പറഞ്ഞു. ജനത്തിന്റെ കണ്ണ് പത്രോസിന്റെ മേൽ വീണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, നിങ്ങളെക്കുറിച്ച് ദേശം നിർഭാഗ്യവനെന്ന് പറഞ്ഞാലും ധൈര്യത്തോടെ വിളിച്ചു പറയണം, യഹോവയായ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭാഗ്യവാനാ. ഓ, യഹോവയായ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ദാനിയേലിനെ സിംഹക്കുഴി കളയുമ്പോ അവിടെയുള്ള രാജകൊട്ടാരത്തിലുള്ളവർ പറഞ്ഞു ഇവൻ നിർഭാഗ്യവാനാണ്. ചന്ദ്രക്കിനെ മേശക്കിനെ ഹബേദഹോമിനെ തീക്കകത്തേക്ക് വിളിച്ചറിയുമ്പോ അവര് പറയുന്നു ഇവൻ നിർഭാഗ്യവാനാണ്. എന്ന മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പറയുന്നു ഇവൻ ഭാഗ്യവാനാണ്. ഇവന് വേണ്ടി സ്വർഗം ഇറങ്ങാൻ തുടങ്ങി. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ പ്രതിസന്ധിയുടെ മുന്നിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എന്തുകൊണ്ടെന്നറിയോ? നീ ഭാഗ്യവാനാണെന്ന് സ്വർഗം വിളിച്ചു പറഞ്ഞതിനാ. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ചിലപ്പോ കണ്ണുനീരിൽ കൂടെ ഇന്ന് നടക്കേണ്ടി വരും, ഇന്ന് നിന്നെ കൂടെ നടക്കേണ്ടി വരും, പരിഹാസത്തിൽ കൂടെ നടക്കേണ്ടി വരും. പക്ഷെ അതിന്റെ മധ്യത്തിൽ സ്വർഗം ഇറങ്ങി വന്ന് പറയും നീ ഭാഗ്യവാനാണ്. ഓ, വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഈ ചെറിയ പോകുന്ന 15 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു പറഞ്ഞു, കൊച്ചേ നീ ഭാഗ്യവതിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, മറിയ ദൂതനോട് ദൈവത്തിന്റെ ദൂത് പറയുമ്പോ കേൾക്കാൻ നല്ല രസമല്ലായിരുന്നോ? ഇതാ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ പ്രവചനം ദൈവത്തിന്റെ ദൂത് വരുമ്പോ നിനക്ക് ചിന്തിക്കാൻ മേലാത്ത ദൈവം പറയുന്നേ. തൊട്ടപ്പുറയിരിക്കും ചില കഥകളല്ല പറയാൻ പോകുന്നേ. ദൈവാത്മാവ് പറയുന്നത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ സൃഷ്ടിക്കുന്നതാ. സറാഫത്തിലെ വിധവയോടും അടകൊണ്ടുവരാനൊക്കെ പറഞ്ഞു. സറാഫത്തിലെ വിധവയ്ക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇനിയുള്ള കാലം മുഴുവൻ ഈ കലത്തിലെ മാവിന് കുറവ് വരത്തില്ലെന്ന്? നിങ്ങൾ ചിന്തിക്കാത്ത അത്ഭുതമാ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ജഡം കൊണ്ട് ചെയ്യാൻ മേലാത്തത് ആത്മാവ് കൊണ്ട് ചെയ്യുക. ജഡത്തിന് പ്രവർത്തിക്കാൻ മേലാത്ത ആത്മാവ് കൊണ്ട് പ്രവർത്തിക്കും. എത്ര പേര് ആമേൻ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ജഡത്തിന് ചെയ്യാൻ മേലാത്തത് ആത്മാവ് കൊണ്ട് ചെയ്യാൻ പോവുക. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ജഡമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആത്മാവിൻ്റെതാ. ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു നീ ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കും എന്നൊക്കെ പറയുമ്പോ ഇവൾ കേട്ടിട്ടുള്ളതും ഇവൾ പഠിച്ചിട്ടുള്ളതും പുരുഷനോട് കൂടെ ഒരു സ്ത്രീ വരുമ്പോഴാണ് അവൾ ഗർഭിണിയാകുന്നത്. ഇവിടെ പറയുന്നു മറിയ ദൂതനോട് പറയാ, ഞാനൊരു പുരുഷനെ അറിയായികയാൽ ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ കണ്ടോ? ജഡത്തിൽ കേട്ട അത്ഭുതം. ജഡത്തിൽ കേട്ട അത്ഭുതം എങ്ങനാ? ഒരു വിവാഹം കഴിഞ്ഞ സാധാരണ ടിപ്പിക്കലി തലമുറകൾ ഉണ്ടാവും, അതല്ല ഇന്നുവരെ കേട്ടേക്കുന്നേ. എന്ന ദൈവം പറഞ്ഞതിന്റെ കഥ കേട്ടോ. ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോ ദൈവത്തിന് ദൂതം പറഞ്ഞു കഴിഞ്ഞാൽ മറിയയുടെ അകത്തൊരു സംശയം. മറിയ ഒറ്റയടിക്ക് ചോദിക്കുക, ഞാനൊരു പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും? മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്ത് വരുമെന്ന് പറഞ്ഞു? ആത്മാവ് നിന്റെ മേൽ വരും. ഇവിടെ നിങ്ങൾ അറിയണ്ടേ, ഒരു പ്രവചനത്തിന്റെ റിലീസിങ് നടക്കുന്ന, അത്ഭുതം നടക്കുന്ന ആത്മാവ് വരുമ്പോഴാണ്. ആത്മാവ് വെളിപ്പെടുത്തുകയും ആത്മാവ് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് അസ്ഥിയുടെ താഴ്വരെ നിൽക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകനോട് ചോദിക്കുക, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? പുള്ളി പറഞ്ഞു എനിക്കറിയത്തില്ല, എല്ലാം അങ്ങ് അറിയുന്നു. അടുത്ത സ്റ്റെപ്പിൽ ദൈവം പറയുന്നു, അസ്ഥികളെ നോക്കി നീ പ്രവചിക്കുക. ആത്മാവ് അസ്ഥികളുടെ മേൽ വന്നു. ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ അറിയേണ്ടത്.
നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനകത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ ജഡത്തിലല്ല ആത്മാവിൽ ഒരുവൻ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങിയ ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുക. ഇല്ല പക്ഷെ സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങും. ഇവിടെ മറിയോട് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കും. കണ്ടോ? അതിനകത്ത് മറിയ ചോദിച്ചൊരു പുരുഷൻ വേണ്ടേ? വേണ്ട. ഇതിനൊരാൾ വേണ്ടേ? വേണ്ട. അയ്യോ എന്റെ കൊച്ചിന്റെ ഭാവി തിരിക്കാൻ ഒരാൾ വേണ്ടേ? വേണ്ടെന്നേ. ആര് വേണം കൂടെ? ഇത്ര നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞാൽ മതി. ആത്മാവ് നിന്റെ കൂടെ നിന്നാൽ, ഇന്ന് ആരും അറിയാതെ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്നാലും നിന്റെ മേലൊരു അഭിഷേകം വീണാം ദേശം നിന്നെ അറിയും. നീ ആരും അറിയാതെ മരുഭൂമിക്കകത്ത്, ആരും അറിയാതെ മരുഭൂമിക്കകത്ത് ആടിനെ തീറ്റിക്കൊണ്ടിരുന്നാലോ നിന്റെ മേലൊരു അഭിഷേകം വന്നാൽ നിന്റെ മുന്നിൽ ഗോലിയാത്ത് കീഴടങ്ങപ്പെടോ. ഇന്ന് ആത്മാവിനകത്ത് തിരിച്ചറി, ഒരഭിഷേകം നിന്റെ മേൽ വന്നാൽ നിന്റെ നിഴൽ തട്ടുമ്പോൾ രോഗി സൗഖ്യമാകോ. ആത്മാവ് നിന്റെ മേൽ വന്ന, ഒരു അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വന്ന തപീത എന്ന പെങ്കൊച്ച് മരണക്കിടക്ക് കിട്ട് എഴുന്നേക്കാൻ തുടങ്ങും. എത്ര പേർ ആത്മാവിനകത്ത് വിളിച്ചു പറയുന്നുണ്ടോ? ഞാൻ ഒരു അത്ഭുതമായി മാറും. എന്റെ മേൽ ആത്മാവ് റിലീസ് ചെയ്യുമ്പോ, എന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോ ഞാൻ ഒരു അത്ഭുതമായി മാറുമെന്ന് വിശ്വസിക്കുന്നത് മാത്രം കർത്താവിനെ സ്വന്തം ചെയ്തു പോലെ. ഹല്ലേലൂയ. ഇവിടെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. അതിന് ആത്മാവിലുള്ള ദൂതും അവിടെ വെളിപ്പെട്ടു. നമ്മൾ സമയത്തിന്റെ കുറവാ, അതുകൊണ്ട് 38 വാക്യം വായിച്ചു. പെട്ടെന്ന് കടന്നു പോട്ടെ. ഇവൾ എന്ത് ചെയ്തു? ഈ ദൂതിനെ, ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ ദൂതിനെ എന്ത് ചെയ്തു? അവള് വിശ്വസിച്ചു. ഇവൾ പറയുക, അതിനും അറിയാ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. 90% പ്രവചനങ്ങൾ റിലീസ് ചെയ്യാതിരിക്കുന്നത്, നടക്കാതിരിക്കുന്നത് കയ്യിലിരിപ്പിന്റെ കൂടുതലുണ്ടാ. ഇപ്പോഴും കൈനീട്ടി നടക്കേണ്ടി വരുന്നില്ലേ? പ്രവചനത്തിന്റെ കുഴപ്പമോ പ്രവാചകന്റെ കുഴപ്പമോ പ്രാർത്ഥനയുടെ കുഴപ്പമോ ഒന്നുമല്ല. നിന്നെ കൈ നീട്ടാൻ റെഡിയാക്കിയത് എന്തുകൊണ്ടാണെന്നറിയോ? നീ ജഡത്തിൽ കേട്ട ശബ്ദം കൊണ്ടാ. ആത്മാവിൽ ശബ്ദം കേട്ടിരുന്നെങ്കിൽ നിന്നെ ദൈവം വാലല്ല തലയാക്കി മാറ്റിയനെ. ജഡത്തിൽ കേൾക്കുന്ന ശബ്ദം നിന്റെ ചിന്താഗതിക്ക് മാറ്റം വരണം. ഇവിടെ പറയുന്നു അതിനും അറിയാം. കേട്ട പ്രവചനം ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ലേ ഇങ്ങോട്ട് വരുന്നത്. കല്യാണം നിശ്ചയിച്ച പെൺകുട്ടി 2-3 മാസം കഴിയുമ്പോൾ ലോകം അറിയും. ഇത് ദൈവത്തിന്റെ ദൂതനാണെന്നൊന്നും പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എന്നോട് സംസാരിച്ചത് അവനാണെങ്കിൽ അവൻ അതിന് കരുതലും നടത്തിയിട്ടുണ്ട്. ഇവള് പറയുന്നു അതിനും അറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴേ ദൂതൻ അവളെ വിട്ടുപോയി. ആത്മാവ് അവളുടെ മേൽ വന്നു കഴിഞ്ഞു. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഒരു ദൂത് ഇങ്ങോട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോ ആ ദൂതിനെ എങ്ങനെ നീ റിസീവ് ചെയ്യുന്നു, അതിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രവചനം അതിലേ പോകും. നീ അതിനെ വിശ്വസിച്ച് അത് ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ അത് നിന്റെ മേൽ വരിക തന്നെ ചെയ്യും. അബ്രഹാമിനോട് പറഞ്ഞ പ്രവചനം അബ്രഹാം വിശ്വസിച്ചപ്പോ അബ്രഹാമിന് ദൈവം തലമുറയെ കൊടുത്തു. വിശ്വസിക്കുന്നവരുടെ മേൽ ആത്മാവ് പ്രവർത്തിക്കുന്ന, വിശ്വസിക്കാത്തവരുടെ നിർബന്ധത്താൽ അരുത്, നിർബന്ധത്താൽ ഒരിക്കലും ദൈവശക്തി വരത്തില്ല. അതുകൊണ്ടാണ് ഇന്നും ഒത്തിരി എണ്ണം കൊട്ടിപ്പാടി നടക്കുക, ഒന്നും നടക്കുക. ഈ സഭയിരുന്ന് പ്രാർത്ഥിച്ചു നോക്കി രക്ഷയില്ല, അടുത്ത സഭയിരുന്ന് പ്രാർത്ഥിച്ചു നോക്കി പറയണമൊന്നുമില്ല. പ്രവചനം കേൾക്കാച്ചിട്ടല്ല, പ്രവചനം കേട്ടിട്ടും ഗുണം വരാത്തതുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കേട്ടത്? ജഡത്തിൽ ഒരുവൻ കേട്ടാൽ അവൻ അനുഗ്രഹിക്കപ്പെടത്തില്ല. ആത്മാവിൽ ഒരുവൻ വിശ്വസിച്ചാൽ അത്ഭുതമായി മാറും. അവനെ കുറിച്ച് ദൈവം പറഞ്ഞു നീ ഭാഗ്യവാനാണ്. അപ്പൊ അതിന്റെ 42 വാക്യം,
ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആരാന്നറിയോ? എലിസബത്ത് വിളിച്ചു പറയുക, ആ ആ ആ ആ ആര് പറഞ്ഞു? വേറൊരാളെ കൊണ്ട് ദൈവം പറഞ്ഞോ? ഇത് നിങ്ങളെക്കുറിച്ചും ദൈവം പറയിക്കും. നിങ്ങളൊരു ഭാഗ്യവാനാണ്, നിങ്ങളൊരു അനുഗ്രഹമാണെന്ന് ആത്മാവിൽ കീഴടങ്ങി വിശ്വസിച്ചാൽ, ആത്മാവിനെ അനുസരിച്ചാൽ, ഇന്നല്ലെങ്കിൽ നാളെ നിന്നെക്കുറിച്ചും ദൈവം ഇത് തന്നെ പറയുക. ഓ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആത്മാവിന് കീഴടങ്ങി വിശ്വസിച്ചവളായതുകൊണ്ട്. പുരുഷനില്ലാതെ ഞാൻ എങ്ങനെ ഗർഭിണിയാവും? എനിക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇതുവല്ല മറിയ പറഞ്ഞോ, ഞാൻ അങ്ങയുടെ ദാസി, അങ്ങ് പറയുന്നത് പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാവിന്, പരിശുദ്ധാത്മാവിന് ഒരുവൾ കീഴടങ്ങിയപ്പെട്ടോ. അവളെക്കുറിച്ച് ചാർച്ചക്കാരി വിളിച്ചു പറയുന്നു, കൊച്ചേ നീ അനുഗ്രഹിക്കപ്പെട്ടവളാ. ഓ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നീ ഒരു അനുഗ്രഹം എന്ന് എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. നീ ഒരു അനുഗ്രഹമാണെന്ന്, ആമീൻ, നീ ഒരു അനുഗ്രഹമാണെന്ന് എത്ര പേരുടെ വിശ്വാസത്തോടെ വിളിച്ചു പറയാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് കാണുന്ന കഷ്ടതകൾക്കപ്പുറേ, ഇന്ന് കാണുന്ന കഷ്ടതകൾക്കപ്പുറേ ദൈവം എനിക്ക് വേണ്ടി ചില അവയെ അത്ഭുതങ്ങൾ ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ഞാൻ ഒരു ഭാഗ്യവാനാണെന്ന്? എത്ര പേര് ആത്മാവിനെ വിശ്വസിക്കുകയും ആത്മാവിൽ നടക്കപ്പെടുകയും ആത്മാവിൽ ആരാധിക്കുകയും ജഡത്തെ മാറ്റി നിർത്തുകയും ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാ, നീ ആയിരിക്കുന്ന പ്രതികൂലത്തിന്റെ മുകളിൽ നടന്ന് നിന്നെ നടക്കുമാറാക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. എത്ര പേര്? അതുകൊണ്ട് യേശു പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്ങനെ? ആത്മാവിൽ. പത്രോസ് ചിന്തിക്കാത്തതല്ലേ പത്രോസിന്റെ ജീവിതത്തിൽ വന്നേ? പൗലോസ് ചിന്തിക്കാത്തതല്ലേ പൗലോസിന്? പൗലോസ് മിലിത്യ എന്ന് പറയുന്ന ദ്വീപിനകത്ത് നിൽക്കുക. നമ്മൾ നോക്കിയാൽ ഇവനെ പോലും നിർഭാഗ്യവാനില്ല. ദൈവവചനപ്രകാരം നടന്നാൽ കപ്പൽ തകർന്നു, ഒരു തടിക്കഷ്ണത്തെ പിടിച്ച് മിലിത്യ എന്ന ദ്വീപിൽ ചെന്നു. അത് ബർബരന്മാരുടെ ദേശത്ത്. പക്ഷെ ആത്മാവ് പൗലോസിനോട് പറഞ്ഞു, പൗലോസേ ഭയപ്പെടണ്ട, ഏത് പ്രതികൂലം വന്നാലും അതിനപ്പുറം ഒരു ദൈവശബ്ദം വെളിപ്പെടും. ഏത് പകൽപ്പാലും ഞാൻ വിളിച്ചു പറയാം, ഏത് പ്രതികൂലത്തെ നീ കടന്നു പോകുമ്പോഴും ഒരു ദൈവശബ്ദം നിന്റെ മുന്നേ വന്ന് ചോദിക്കും, നീ പ്രതിസന്ധിയിൽ നീ ഭയപ്പെടണ്ട, അപ്പുറം നിനക്കായി ഞാൻ ചില കരുതലുകളുണ്ട്. ഓ, എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അപ്പുറം നിനക്ക് വേണ്ടി ചില കരുതലുകളുണ്ട്. മിലിത്യ എന്ന് ഈ സ്ഥലത്ത് ചെല്ലുന്നു. അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഓരോരുത്തരായി തീയിലേക്ക് അവർക്ക് അവനോട് ദയ തോന്നി. വിറകിനെ പെറുക്കി തീക്കകത്തേക്ക് ഇടാൻ തുടങ്ങി. ഒന്നൊന്നായി ഇടാൻ തുടങ്ങിയപ്പോ പൗലോസ് ഒരു കമ്പെടുത്ത് തീക്കത്തോട്ട് ഇടുന്നതിന് മുമ്പേ അവന്റെ കയ്യിൽ അണലി കടിച്ചു തൂങ്ങുന്നത് ബർബരന്മാർ കാണുവാൻ തുടങ്ങി. ബർബരന്മാർ നോക്കി നിന്നു. ബർബരന്മാർ പറഞ്ഞു, ഈ നിമിഷം ഇവൻ വീർക്കും, ഇവൻ പൊട്ടും, ഇവൻ മരിച്ചു പോകും. പക്ഷെ സ്വർഗം പറഞ്ഞു, നീ ഭാഗ്യവാനാണ് പൗലോസ്, നീ ഭാഗ്യവാനാണ്. നിന്നോട് കൂടെ ഞാൻ ഇരിക്കുന്നവനാണ്, നീ ഒരു ഭാഗ്യവാനാണ്. അവൻ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ബർബരന്മാർ നോക്കി നിൽക്കാൻ തുടങ്ങി. ഇവന്റെ മരണം കാത്തു നിൽക്കുമ്പോ കുറച്ചു നേരം കഴിഞ്ഞാൽ പൗലോസിന് ഒരു കേടും പറ്റിയില്ല. അവിടെ ഇരിക്കുന്ന ബർബരന്മാർ പറഞ്ഞു, ഇവൻ ഒരു ദേവനാണ്. ചരിത്രം നിന്നിൽ കൂടെ ദൈവം മാറ്റാൻ പോവുകയാണ്. ചരിത്രം നിന്നിൽ കൂടെ ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിനകത്തെ ചരിത്രം നിന്നിൽ കൂടെ മാറ്റാൻ പോവുകയാണ്. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അവൻ നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ നിർത്തിയിട്ട് പൗലോസിനെ നോക്കിയിട്ട് അവർ പറയുന്നു, ഇവനൊരു ദേവനാണ്, ഇവനൊരു അസാധാരണ മനുഷ്യനാണ് എന്ന് പറയുവാൻ കാരണമായെങ്കിൽ ഇന്ന് പകൽ സഭ ഏറ്റെട. ഇന്ന് കാണുന്ന കഷ്ടതയ്ക്കപ്പുറേ ദൈവം നിന്നെ കുറിച്ച് പറഞ്ഞത് നീ ഒരു ഭാഗ്യവാനാണെന്നാണ്. ഓ, വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ കുറിച്ച് ദൈവം പറഞ്ഞു വെച്ചത് നിങ്ങളൊരു ഭാഗ്യവാന്മാരാണെന്ന് എത്ര പേർ വിശ്വാസത്തോടെ, ഇത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം, ഇന്ന് കാണുന്ന സാഹചര്യമല്ല, അതിനപ്പുറം ദൈവം ഒരു വിശാലത വരുന്നു. ഇന്ന് കാണുന്ന പ്രതികൂലമല്ല, അതിനപ്പുറം നിനക്കായി ഒരു വഴിയൊരുക്കോ. ഇന്ന് കാണുന്ന കണ്ണുനീരല്ല, അതിനപ്പുറം നിനക്ക് വേണ്ടി ദൈവത്തിലെ പ്രവർത്തികൾ ചെയ്യാൻ പോവുകയോ. ഓ,
ഓ വിശ്വസിക്കുന്ന മാത്രം ദൈവത്തെ സ്തോത്രം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിനകത്ത് വിളിച്ചു പറ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ മുന്നെ കുറിച്ച് പറഞ്ഞു, ഇവൻ ദൈവത്തിന് ഏറ്റവും പ്രിയനായവനാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ വരാൻ തുടങ്ങിയപ്പോ, പ്രതികൂലങ്ങൾ വരാൻ തുടങ്ങിയപ്പോ ലോകം പറഞ്ഞു ഇവൻ കഷ്ടകാലക്കാരനാ. ഓ ഇവനെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം പോയി, ഇവനെ പോലെ കഷ്ടകാലക്കാരനാ. ഇവനൊരു അനുഗ്രഹമല്ലെന്ന് സ്വർഗം മുന്നവേ എഴുതി വെച്ചു. ഇയ്യോബ് ഒരു അനുഗ്രഹമാണ്. ഓ ഇന്ന് പകൽ കഷ്ടതയ്ക്കകത്തൂടെ, നിന്നയ്ക്കകത്തൂടെ, പരിഹാസത്തിനകത്തൂടെ പോകുന്നുണ്ട്. അതിന്റെ ബൈബിളിന്റെ സൈഡിൽ എഴുതി വെക്കണം, നീ ഒരു ഭാഗ്യവാനാണെന്ന്. എന്തുകൊണ്ട്? വചനം പറഞ്ഞിട്ടുണ്ട് നീ ഒരു ഭാഗ്യവാനാണെന്ന്. ആമേ സ്വർഗം പറഞ്ഞിട്ടുണ്ട്, ആമേ സൈന്യങ്ങളുടെ യഹോവ പറഞ്ഞിട്ടുണ്ട് നീ ഒരു ഭാഗ്യവാനാണെന്ന്. ആമേ 42-ാം അധ്യായം 10-ാമത്തെ വാക്യം വന്നപ്പോ ആമേ പറയുന്നു, അവന്റെ സഹോദരന്മാർ വന്നിട്ട് പറയും, ആമേ അവന്റെ കൂട്ടുകാരും വന്നിട്ട് പറഞ്ഞു, ഇയ്യോബിനെ പോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനില്ല എന്ന്. സ്വർഗം നിന്നെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ, സ്വർഗം നിന്നെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലി ആത്മാവിനകരണം ദൈവത്തെ വിശ്വസിക്കുന്നവരായി മാറണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർ കഴിഞ്ഞ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമി ദൈവം പറഞ്ഞതിനെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെയും ദൈവം പറഞ്ഞ വാക്കിനെയും നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തിയെ ആമീൻ ഹല്ലേലൂയ ഇന്ന് പകൽ എത്ര പേര് വിശ്വാസം ചെയ്യുന്നു? ആമീൻ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് മാറും? ഈ കാണുന്ന കഷ്ടതകൾ എന്ത് ചെയ്യും? ഇന്ന് കാണുന്ന മിസ്രൈമിനെ ഇനി നിന്റെ ജീവിതത്തെ കാണേണ്ട വരത്തില്ല. നിന്നെ ദൈവം വിളിച്ചത് ഈ ഭൂമിയിലെ കഷ്ടതയിൽ കൂടല്ല, ചില വഴികളെ ദൈവം തമ്പുരാൻ തുറങ്ങും. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന്? എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പ്രതികൂലത്തിനാണ് ആമി ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ആമി ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ടവനാ ആണേ. ദൈവശബ്ദം നിങ്ങളുടെ അകത്തും എന്ത് കാണണം? ദൈവശബ്ദം കേൾക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന അവിടെ. അപ്പൊ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം, 42-ാമത്തെ വാക്യം. ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മല കയറി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട് പറഞ്ഞു, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആത്മാവുള്ളവൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലയോ? പ്രാർത്ഥിക്കുന്നവൻ ചില അത്ഭുതങ്ങൾ കാണും. പ്രാർത്ഥിച്ചവൻ്റെ വായിൽ നിന്ന് ചില അത്ഭുതങ്ങൾ വരും. പ്രാർത്ഥിക്കാത്ത ഒരുവൻ സൈഡ് നിൽക്കുക. അവനോട് പറഞ്ഞു, നീ കടലിലേക്ക് ചെല്ലണം, എന്നിട്ട് നീ നോക്കാൻ പറഞ്ഞു. ഇവിടെ കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് വായിച്ചേ, അവൻ വന്നിട്ട് പറഞ്ഞു ഒന്നുമില്ല. അപ്പൊ ആത്മാവുള്ളവൻ എന്ത് കണ്ടു? ആത്മാവുള്ളവൻ അത്ഭുതം കാണും. ഓ ഇന്നെൻ്റെ കൂടെ ഉള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നീ ഭാവി അടഞ്ഞെന്ന് പറഞ്ഞാലും നീ ചില അത്ഭുതം കാണും. യോസെഫ് പൊട്ടക്കിണറ്റ് കിടക്കുമ്പോഴും അത്ഭുതം കണ്ടെത്താ നിൽക്കുന്നേ. ദൈവം പറഞ്ഞതിനെ ഇന്ന് പകൽ വിശ്വസിച്ചു. ദൈവം പറഞ്ഞു നിന്റെ അരികിലേക്ക് വരാൻ പോകുക. ഇവിടെ പറയുന്നു, ബാല്യക്കാരനോട് പറഞ്ഞു കടലിന്റെ പോയി നോക്കാൻ പറഞ്ഞു. അവൻ പോയി നോക്കിയിട്ട് പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെയും നീ 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ ഇതിനെ ആത്മാവുള്ളവൻ മുന്നവേ കണ്ടു. ദൈവാത്മാവിനകത്ത് ദൂത് നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയാ, നീ കാണുന്നതിന് മുമ്പേ ആത്മാവുള്ളവൻ കണ്ടിട്ടുണ്ട്.
ഓ, ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തെ കുറിച്ച് ആത്മാവ് വെളിപ്പെടുത്തുന്നത്, ആമേൻ, നീ കാണുന്നതിന് മുമ്പേ സ്വർഗം വെളിപ്പെടുത്തിയതാണെങ്കിൽ, ഇന്ന് സ്വർഗം വെളിപ്പെടുത്തിയതാണെങ്കിൽ, അതിനെ നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ അത് നിന്റെ മേൽ മഞ്ഞായി മഴയായി പെയ്യാൻ പോകുക. ഇവിടെ പറയുന്നു, ആമി ദൂതൻ ചെന്ന് നോക്കിയിട്ട്, അവൻ ചെന്ന് നോക്കിയിട്ട് പറയുന്നു, ആമി ഏലിയാ പറയുന്നു 7 പ്രാവശ്യം നോക്കാൻ പറയുന്നു. 7ാമത്തെ പ്രാവശ്യം ആ ബാല്യക്കാരൻ നോക്കുമ്പോ ആമി കടലിൽ നിന്ന് ഒരു കൈപ്പത്തി പോലെ ചലിക്കുന്നെങ്കിൽ, ഇന്ന് ആത്മാവിനകത്തൊരു ദൂത് ഞാൻ പറയാ, നീ കാണാത്തത് ചിലത് നിന്റെ ഭവനത്തിനകത്തേക്ക് വെളിപ്പെടാൻ പോകുകയാണ്. നീ കാണാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയുക. ഈ 7ാം മാസം അത് സംഭവിക്കാൻ പോകുക. 7ാം മാസം 7ാം തീയതിയോടുകൂടെ ചില അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് അത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക മാത്രം. ആത്മാവിനകത്ത് ആരാധിച്ചു ദൈവശക്തി വെളിപ്പെടാൻ പോകുക. 7ാം മാസം 7ാം തീയതി ചില തീരുമാനങ്ങളുടെ മേൽ, ചില ഉടമ്പടികളുടെ മേൽ ദൈവികമായ ശബ്ദം നീ കേൾക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ 7ാം മാസം 7ാം തീയതി നിനക്കുള്ള വഴിയെ ദൈവം ഒരുക്കി കൊടുക്കാൻ പോകുക. 7ാം മാസം 7ാം തീയതി ചില ഇന്റർവ്യൂകളിൽ നീ കടക്കാൻ പോകുക. 7ാം മാസം 7ാം തീയതി ദൈവം ചില അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ വരാൻ പോകുക. ഇത് ആത്മാവുള്ളവർ കണ്ടിട്ട് പറയുക. അതാമേ, കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പോകുന്നു എന്നവൻ പറഞ്ഞു. അതിനവൻ ആഹാബ് കാണാത്തത് ഏലിയാവ് കാണുന്നെങ്കിൽ, വേഗത്തിൽ രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. 45 നിന്റെ അരികിലേക്ക് ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയായിക്കോ. നിന്റെ അരികിലേക്ക് ഒരു കാറ്റ് വരാൻ പോവുക. കൂടാരത്തിനകത്തിരിക്കുമ്പോ പുറത്തൊരു കാറ്റിന്റെ ശബ്ദം. സാറ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ കാറ്റ് അവളെ തലോടിപ്പോയി. വചനം പറയുകയാ, ആത്മാവ് യഹോവയായ ദൈവം പറഞ്ഞ വാഗ്ദത്തം സാറയെ തൊട്ട് കടന്നു പോയെങ്കിൽ, ഇന്ന് നിന്നോട് പറയുന്ന ആത്മാവിന്റെ ദൂത് നിന്റെ തലമുറകളുമേ തൊട്ട് കടന്നു പോകാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ആ ക്ഷണത്തിൽ ആകാശം മേഘം കൊണ്ട് കാറ്റുകൊണ്ട് കറുത്ത വൻമഴ പെയ്തു. ആഹാബ് രഥത്തിൽ കയറി ഇസ്രായേലിലേക്ക് പോയി. ഇവിടെ നോക്കിക്കോണേ. എന്നാൽ കണ്ടോ, ഏലിയാവിന്റെ മേൽ യഹോവയുടെ കൈ വന്നു. എന്നിട്ട് ഇസ്രായേലിൽ എത്തും വരെ യാഹാബിന്റെ രഥത്തെക്കാൾ മുന്നേ നിന്നെ ഓടിച്ചെങ്കിൽ, ഇന്ന് ആത്മാവിനകത്തെടുത്തോ, നിന്റെ സഹോദരന്മാരെക്കാൾ, നിന്നെ നിന്ദിച്ചവരുടെ മുന്നേക്കാൾ ഓടിച്ച് നിന്നെ ജയമെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പറയുന്ന സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, അവന്റെ ആത്മാവിനാ. അവൻ സൈന്യത്താലുമല്ല, അവൻ ശക്തിയാലുമല്ല, അവന്റെ ആത്മാവിനാ. The power of the Holy Spirit. ഇന്ന് പകൽക്കാലം നീ ചിന്തിക്കാത്ത ചിലത് നിന്റെ മേൽ വരാൻ പോകുക. മുറുക്കിക്കൊണ്ടിരിക്കുമ്പോ യഹോവയുടെ കൈ, യഹോവയുടെ കൈ, യഹോവയുടെ കൈ ഇന്ന് പകൽ വിശ്വസിക്കുക. ആ കൈ നിന്റെ മേൽ വരാൻ പോകുക. അതിന്റെ തലമുറയുടെ മേൽ വരാൻ പോകുക. യഹോവയുടെ കൈ വന്നിട്ട് പറയുന്നു, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവാനാണ്. സൈന്യങ്ങളുടെ യഹോവ വിളിച്ചു പറയുന്നു, നീ ഒരു ഭാഗ്യവാനാണ്. അഹാബ് രഥത്തിലിരുന്ന് നോക്കുമ്പോ മഴയേക്കാൾ വേഗത്തിൽ ചലിക്കുന്ന ആത്മാവുള്ള ഏലിയാവിനെ കണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, ആത്മാവുള്ളവനെ ദൈവം ഉയർത്തിക്കൊണ്ടേയിരിക്കുക. ആത്മാവുള്ളവന് വേണ്ടി വഴികൾ തുറന്നുകൊണ്ടേയിരിക്കുക. ആത്മാവുള്ളവന് വേണ്ടി അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ ഒരു അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ നിന്നോട് ദൈവം പറഞ്ഞത്, നീ ഒരു ഭാഗ്യവാനാണെങ്കിൽ ഇന്ന് പകല് ആത്മാവിനകത്ത് വിളിച്ചു പറയുന്നു. പത്രോസ് പടകിലിരിക്കുമ്പോ കാറ്റും കോളും അടിക്കുമ്പോ അതിന്റെ മീതെ നടന്നു വന്ന ഒരു നസ്രയനായ യേശു ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ യേശു പറയുന്നു, പത്രോസേ വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്?
എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമേ. ആത്മാവിനകത്ത് ഞാൻ നിന്നുകൊണ്ട് നിങ്ങളൊരു ദൂത് പറയാം. അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒരുപാട് കട്ട് ചെയ്താൽ ഞാൻ വചനം പോട്ടവേ. ആമേ. നിങ്ങൾ ആമേ ഇന്ന് നിങ്ങളായിരിക്കുന്ന ചില മരുഭൂമിയുടെ അവസ്ഥയ്ക്കകത്തൂടാണെങ്കിൽ, ഇന്ന് ചില മരുഭൂമിയുടെ അവസ്ഥയ്ക്കകത്തൂടാണെങ്കിൽ, പ്രതികൂലത്തിനകത്തൂടെ നിങ്ങൾ പോകുന്നെങ്കിൽ, പ്രതിസന്ധിക്കകത്തൂടെ പോകുന്നെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകല്ലേ. അതിനപ്പുറം ദൈവം ചില വാതിലുകളെ തുറക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. നിങ്ങൾ ഇത് പകൽക്കാലം പറയണം. ആമേ. ചില സാഹചര്യങ്ങൾക്കകത്തൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ആമേ നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിനകത്ത് കാണണം. ആമേ. അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അത് വിശ്വാസിക്കണം. ആത്മാവ് മൂവ് ചെയ്യുന്നിടത്ത്, ആത്മാവ് ചലിക്കുന്നിടത്ത് ആത്മാവ് നിന്നെ ചലിപ്പിക്കും. ആമേ. ആത്മാവുള്ള സഭയ്ക്കകത്തിരുന്നാൽ, ആത്മാവ് ചലിക്കുന്നതിനകത്തിരുന്നാൽ ആത്മാവ് നിന്നെ ചലിപ്പിക്കും. അല്ലാതെ എവിടെ ഇരുന്നാലും ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്തറിയണം. പൊന്നിനോ വെള്ളിക്കോ വേണ്ടി അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, എന്റെ യേശുവിനെ ഉയർത്താനോ. അവന്റെ ആത്മാവിന്റെ ശക്തിയിലാണ് ഞാൻ നിൽക്കുന്നെങ്കിൽ, മറ്റൊന്നിലുമല്ല. എന്റെ കർത്താവിനെ കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുന്നെങ്കിൽ, ഇന്ന് ഞാൻ ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ആത്മാവ് ചില പദ്ധതികളുമായി ഇറങ്ങിയിട്ടുണ്ട് ഈ ഹോളിനകത്ത്. ഓ ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ, നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ, ഇന്ന് നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ, പുറപ്പാട് പുസ്തകത്തിനകത്ത് 14-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുകയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പേ. ഹല്ലേലൂയ. ഇന്ന് നിന്നെ കുറിച്ച് അപവാദം പറയുന്നുണ്ടാകാം, നിന്നെ കുറിച്ച് ജാതികൾ അതും ഇതും പറയുന്നുണ്ടാകാം, നിന്നെ കുറിച്ച് എന്റെ സഹോദരന്മാർ പറയുന്നുണ്ട്, നീ മിണ്ടല്ല മിണ്ടല്ല മിണ്ടല്ല, നിന്റെ അനുഗ്രഹത്തെ തടയുന്ന നീ മിണ്ടല്ല. ആമേ. എന്നാന്നറിയോ? അവർ കാണാത്ത ഒരു അത്ഭുതം നിനക്ക് വരാൻ പോകുക. അവർ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുതം നിന്റെ ഭവനത്തിൽ വരാൻ പോകുക. അവർ കണ്ടിട്ടില്ലാത്ത വഴി നിനക്ക് ദൈവം തുറക്കാൻ പോകുക. നീ സംസാരിക്കല്ല, കാരണം നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. നിന്നെ കുറിച്ച് ഒത്തിരി അപവാദങ്ങൾ പറഞ്ഞോട്ടെന്നേ, നിന്നെ കുറിച്ച് ഒരുപാട് നിന്ദകൾ പറഞ്ഞോട്ടെന്നേ, അവരെ പറയുമ്പോ ഇന്ന് പകൽക്കറിഞ്ഞോ അവരുടെ മധ്യത്തിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുക, എനിക്ക് വേണ്ടി. അവൻ നിന്നെ കുറിച്ച് അപവാദം പറയുമ്പോ അവൻ നീ ഭയപ്പെടണ്ട, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. ഒരു സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റബല ബറസെകോനിയാന്തര ഓ റബല വൈഡ ബറസുര ദൽകന വൈഡ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം നിന്റെ മുന്നിൽ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഈ നിന്ന മുഴുവൻ കേട്ടിട്ട് നീ കരയുന്നുണ്ടോ? ഈ നിന്ന എല്ലാ കേട്ടിട്ട് നീ പരിഹാസം അനുഭവിച്ചിട്ട് നീ നിന്റെ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടോ? ഒരുപാട് സുഖം നീ അനുഭവിക്കുന്നുണ്ടോ? ഒരുപാട് നിന്നയിക്കൂടാണ് നീ നിൽക്കുന്നത്. നിന്നെ കുറിച്ച് ഇന്നും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? പറയുന്നവർ പറയട്ടെ, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. എന്റെ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. എന്റെ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ കുറിച്ച് എന്ത് പറഞ്ഞാൽ നീ മിണ്ടാതിരുന്നാ മതി. ദൈവം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ, അതുകൊണ്ടാണ് പറയുന്നത് പുറപ്പാട് പുസ്തകം 14:15 പറയുക, അപ്പോൾ യഹോവ മോശയോട് അരുളിച്ച്, നീ നിലവിളിക്കുന്ന എന്താണ്? ആമേ. നീ നിലവിളിക്കുന്ന എന്താണ്? ആമേ. നീ നിലവിളിക്കുന്ന എന്തിനു വേണ്ടിയാ? ആമേ. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നിൽക്കുകയാ. ആമേ. നീ നിലവിളിക്കുന്ന എന്നോട് ഇന്ന് പകൽ ആത്മാവ് പറയാ, നീ പ്രതിസന്ധിയെ കാണല്ല, ഈ പ്രതികൂലത്തെ കാണരുത്, നീ മുന്നോട്ട് ചലിക്കുക. ആത്മാവ് വിളിച്ചോട മുന്നോട്ട് ചലിക്കുക. നീ നിന്റെ കുടുംബം മുന്നോട്ട് ചലിക്കുക. നിന്റെ മുന്നിൽ കാണുന്ന ചെങ്കടലിനെ നീ നോക്കല്ല. ആമേ. ദൈവം ഇറങ്ങിയിട്ടുണ്ട്. അതിനെ വിഭാഗിക്കുന്നവൻ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു അത്ഭുതം നടക്കുമെന്ന് ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് നീ കേൾക്കുന്ന നിന്ന നിനക്കൊരു പ്രമോഷനാ. നീ കേൾക്കുന്ന അപവാദം നിനക്കൊരു പ്രമോഷനാ. അത് സ്വർഗമിട്ടിരിക്കുന്നതാ. ആമേ. ജനത്തിന്റെ മധ്യത്തിൽ മോശ നിലവിളിക്കാൻ തുടങ്ങിയപ്പോ സ്വർഗത്തിലെ ദൈവം പറയുന്നു, മോശെ നീ നിലവിളിക്കുന്ന എന്തിനു വേണ്ടിയാ? നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുക്കുക, ആമേ, ചെങ്കടലിനെ നീട്ടുക. ആ ചെങ്കടൽ നിന്റെ മുന്നിൽ വിഭാഗിക്കപ്പെടാൻ പോകുകയോ. ഇന്ന് നീ നിന്ന് കേൾക്കുമ്പോ ആരാധന കൂട്ട. നീ നിന്ന് കേൾക്കുമ്പോ നീ ഉപവസിക്കാൻ റെഡിയാക. നീ പരിഹാസം കേൾക്കുമ്പോ 2025 നീ കേട്ട അപവാദം മുഴുവൻ നിന്നോണ്ട് അതിന്റെ മധ്യത്തിൽ നീ മുഴങ്കാലും അടക്ക. 2025 അവരെക്കാൾ ശ്രേഷ്ഠമായിട്ട് ദൈവം നിന്നെ ഉയർത്തിയിട്ട് ദൈവം പറയോ, ഞാൻ നീ ഞാൻ ഭാഗ്യവാനെന്നും.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. 40 ദിനം ദൈവത്തോടു കൂടി നടക്കുന്ന വേറൊന്നിനും വേണ്ടിയല്ല, പറഞ്ഞവരുടെ മധ്യത്തിൽ ദൈവം മാനിക്കുന്ന കാണിക്കുവാനാ. ആമേൻ, ആമേൻ. നിന്ദിച്ചവരുടെ മുന്നിൽ ദൈവം ഉയർത്തുന്ന കാണിക്കുവാൻ വേണ്ടിയാ. ആമേൻ. ദൈവം നമ്മുടെ മധ്യം ഉണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവി വിളിച്ചു വരണം, ഞാനൊരു ഭാഗ്യവാനാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആമേൻ. ഇന്ന് പകലും പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടരുത്, പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടരുത്. ദൈവം നിന്നെ ഒരു കോടിൽ നിന്ന് ഉയർത്താൻ പദ്ധതിയിട്ടാൽ ആർക്കും തടയാൻ പറ്റത്തില്ല. ദൈവം നിന്നെ പുറത്തോട്ട് കൊണ്ടുവരാൻ ദൈവം ഒരു പദ്ധതി ഇട്ടാൽ, നിന്റെ തലമുറയെ ദൈവം ഉയർത്താൻ പ്ലാൻ ഇട്ടാൽ, നിന്നെ ഒരു അഭിഷേകത്തിന്റെ ശക്തി നിർത്താൻ റെഡിയാണെന്ന് ദൈവം പറഞ്ഞ ഇന്ന് പകലിൽ എഴുതി വെച്ചോ. അതിനെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നിന്നെ ദൈവം ഭാഗ്യവാനാക്കി മാറ്റും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക? നീ ഒരു ഭാഗ്യവാനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിന്റെ നാമത്തിൽ ഒരു ഭാഗ്യവാനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഈ പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക. അതിന് പത്രോസ്, നീയാകുന്നുവെങ്കിൽ പത്രോസ്, നീയാകുന്നുവെങ്കിൽ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു വരിക എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ഏത് സാഹചര്യങ്ങൾ നിനക്കെതിരായാലും ദൈവശബ്ദം കേൾക്കാൻ റെഡിയാകണം. ദൈവശബ്ദത്തിന് ഞാൻ പറഞ്ഞു, ജഡത്തിൽ നിങ്ങൾ ആലോചന ഇടല്ലേ. ജഡത്തിൽ ആലോചന ഇടുന്നവർ പല ചിന്തകൾക്കകത്തു പോകും. ഒരു സഭയിൽ നിന്ന് വേറെടുത്ത് പോയിരിക്കും, ആത്മാവുള്ളിടത്തു നിന്ന് ആത്മാവില്ലാത്തടത്ത് പോയിരിക്കും. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ല. തീക്കനലിൽ പേപ്പർ എറിയുന്ന പോലെ ഉള്ളൂ, കത്തിപ്പോവും. അതിനകത്തറിയണം, ദൈവം വിളിച്ചത് നിന്നെ ഭാഗ്യവാനായിട്ടാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മനുഷ്യൻ്റെ വാക്കല്ല ഞാൻ പറഞ്ഞേ, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരും. ദൈവം നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഭാഗ്യവാനെന്നാണെങ്കിൽ നിങ്ങളെ ദൈവം ഭാഗ്യവാനാക്കും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഫാദറെ, താങ്ക് യു ലോർഡ്. ദൈവാത്മാവിന് കീഴടങ്ങിയിരിപ്പീൻ. ജഡത്തിൻ്റെ ചിന്തകൾ നാശത്തിൽ കൊള്ളും. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ചിന്തയാണ് ജഡത്തിൻ്റെ ചിന്ത, പാപത്തെ കൊണ്ടുവരും. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തിന് പ്രതികൂലമാണ്. ജഡത്തിൻ്റെ ചിന്ത ആത്മാവിന് വിരുദ്ധമാണ്. ജഡത്തിൻ്റെ ചിന്ത ആത്മാവിനെ അനുസരിക്കാത്തതാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ മലാക്കിയുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ സൈന്യങ്ങളുടെ യഹോവ പറയുന്നു, നീ ഭാഗ്യവാനാണ്. കർത്താവെ, ഞങ്ങളത് വിശ്വസിക്കുക. ഈ 40 ദിനങ്ങൾ ദൈവമേ ഒരു കൈപ്പത്തി ചലിക്കുന്നത് പോലെ ദൈവം അടയാളമിടണം. ഈ വരുന്ന 7-ാം തീയതി കഴിയുമ്പോൾ ശക്തമായ കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ടാവും. ഈ 7-ാം തീയതി കഴിയുമ്പോൾ കാലാവസ്ഥ വലിയ മാറ്റങ്ങൾ വരാൻ പോവുക. കാരണം ഒരു മുഴക്കത്തിൻ്റെ സമയം ദൈവം ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, കേട്ട ജനത്തെ മുഴുവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചനുഗ്രഹിച്ച് മടക്കി അയക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ നാഥനായ കർത്താവ്, ഇവരുടെ അവസ്ഥകളിൽ വ്യത്യാസങ്ങൾ വരട്ടെ, അത്ഭുതങ്ങൾ കാണട്ടെ. അത് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.